അതെ, വളരെ സിമ്പിളായിട്ട് ഈ ഹെയർ ബോ ചെയ്താൽ വെറും 5 മിനിറ്റ് കൊണ്ട് അത്രയ്ക്ക് ഈസിയാണ് കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടുള്ള 3 കളർ എടുത്തിട്ടുണ്ട്. ഇത് സാറ്റിൻ റിബൺ ആണ്, നമ്മുടെ ഗ്ലോസ് ഗിയറിനെല്ലാം സാധാരണ സാറ്റിൻ റിബണിലാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. 10 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്ന റിബൺ. ഇത് 1.5 ഇഞ്ചിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇത് 1 ഇഞ്ചിൻ്റെതോ 2 ഇഞ്ചിൻ്റെതോ എന്തായാലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്താ പറയുക, 10 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്യുക, ഇതുപോലെ ഓരോന്നും ഫോൾഡ് ചെയ്തെടുക്കുക. ആദ്യം ഗ്രീൻ, അത് കഴിഞ്ഞിട്ട് വൈറ്റ്. ഇപ്പോൾ തിരിച്ചായാലും എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, സെൻറ്ററിൽ വൈറ്റ് വരണമെന്ന് മാത്രമേ നമുക്ക് ഒരു കറക്റ്റ് വൈറ്റ് മാത്രം സെൻറ്ററിൽ വരണം. അത് വെക്കുന്നത് കുറച്ചൊരു ഡിസ്റ്റൻസ് ആ ഒരു ഗ്യാപ്പില്ലേ നമ്മുടെ ഓരോന്നായിട്ട് കണക്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ ഒന്ന് വെക്കുക. എന്നിട്ട് ഇനി ഇതെന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. ഒന്ന് ജസ്റ്റ് എന്താ പറയുക, സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. എഡ്ജിലെന്ന് എപ്പോഴും നമുക്ക് ബാക്ക് മടക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ. സ്റ്റിച്ച് ചെയ്യാൻ ഈ രണ്ടും കണക്ട് ചെയ്ത് വരുന്ന ഭാഗത്ത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, കാരണം തിക്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിലൊന്നും കൊള്ളാതെ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് സെൻറ്റർ വരുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ നമ്മൾ കറക്റ്റായിട്ട്, കാരണം വൈറ്റ് തീരെ ഇടയിലായി പോകരുത്, അതുകൊണ്ടാണ്. അതിനുശേഷം ബാക്കി ഇതുപോലെ ഒന്ന് നമ്മളെന്താ പറയുക, ഇങ്ങനെ സ്റ്റിച്ച് ഇടുമ്പോൾ സ്റ്റിച്ചാക്കി എടുത്തിട്ട് 2 എഡ്ജ് നമ്മളിങ്ങനെ വെക്കുമ്പോൾ, നമ്മൾ ഹെയർ ബോ വെക്കുമ്പോൾ അത് പുറകിലോട്ട് മടങ്ങിയിരിക്കണം. ആ ഒരു കറക്റ്റിന് കണ്ടില്ലേ, ഇതുപോലെ എഡ്ജ് 2ഉം ബാക്കിലോട്ട് മടങ്ങി വരുന്ന രീതിയിൽ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് ടൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ടൈ ചെയ്തിട്ട് നമുക്കൊന്നെന്താ അത് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതൊരു ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് ആ ഒരു പ്ലേറ്റ് പോലെ നമ്മൾ മടങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ അതുപോലെ എടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. വളരെ സിമ്പിളെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. ഞാൻ ചെയ്യാൻ എടുക്കുമ്പോഴും വിചാരിച്ചില്ല, എന്നോട് പറഞ്ഞാൽ സിമ്പിളായിട്ടൊരു ഹെയർ ബോ ഇങ്ങനെ വെക്കാൻ വേണ്ടി ചെയ്തു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒന്നും ചിന്തിച്ചില്ല, ചെയ്യാൻ നോക്കാം എന്നുള്ള രീതിയിൽ സെൻറ്ററിൽ വേറെ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ചെയ്തു. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സിമ്പിളായിരുന്നു, ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ശരിക്കും ഇത് ഗ്രോസ് ഗിയർ റിബണിൽ ചെയ്തിരുന്നെങ്കിൽ ഈ ഭംഗി വരത്തില്ല. ശരിക്കും ഇത് സാറ്റിൻ റിബണിൽ ചെയ്തത് കൊണ്ടാണ് ഇത്രയും ഭംഗി വന്നത്. ആ ഒരു സാറ്റിൻ റിബൺ ഒരു ഗ്ലേസിങ് ഇല്ലേ, അതാണ് ആ ഒരു എടുത്ത് നിന്നത് കേട്ടോ. ശരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് എന്താ പറയുക, ഒരു ദിവസത്തേക്ക് ഉപയോഗിക്കുന്നതല്ലേ, വളരെ സിമ്പിളായിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഒത്തിരി ആക്സസറീസോ നമുക്ക് ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട. ഇനി ഇതിലെന്തേലും ഞാൻ എന്ത് ചെയ്തു, ഓരോ ചെറിയ പീസ് ലെങ്ത് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് കേട്ടോ, സെൻറ്ററിലൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് കറക്റ്റ് കളർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി സെൻറ്റർ ഒന്ന് ജസ്റ്റ് കവർ ചെയ്തെടുക്കണം. ഞാൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 കളറിലൊന്നും വീതി കുറച്ച് ഓരോ പീസ് വീതം ഇതുപോലെ 3 പീസ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിനെ 3ഉം കൂടെ വെച്ച് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ ഒരു സൈഡ് ഞാൻ 3ഉം കൂടെ ഒരുമിച്ച് വെച്ച് അങ്ങ് ഉരുക്കിയെടുത്ത് കേട്ടോ, അപ്പോൾ ഇളകിപ്പോകത്തില്ല. ഇതുപോലെ ഒന്ന് ജസ്റ്റ് മടക്കി സെൻറ്ററും കൂടെ അങ്ങ് കവർ ചെയ്ത് ഇത്രയും ചെയ്തുള്ളൂ. ഇത്രയ്ക്ക് വളരെ 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 സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ആണ് കേട്ടോ. ഇത് നമുക്കിനി കുറച്ചുകൂടെ എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇതുപോലെ 3 കളറുള്ള ബീഡ്സ് കോർത്തിട്ട് ഹെയർ ബോയിൽ കണക്ട് ചെയ്ത് കൊടുക്കാം, അതും ചെയ്യാം കേട്ടോ. ഇനി ഇതിൽ 3 കളറിൻ്റെ ബീഡ്സ് കൊടുത്തിട്ട് ഹാങ്ങിങ്സും ആക്കി എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിന്. കാരണം എല്ലാവരും ഇങ്ങനെ വർഷത്തിൽ 2 പ്രാവശ്യം ഉപയോഗിക്കുന്നതല്ലേ, അതുകൊണ്ട് അങ്ങനെ ഒത്തിരി ആഡംബരമൊന്നും വേണ്ടാന്ന് പറയും. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനുള്ളതാണെന്ന് പറയും. നോക്കി, വളരെ സിമ്പിളല്ലേ. ജസ്റ്റ് ഒന്ന് ടൈ ചെയ്തു. ഇത് നമ്മൾ സാറ്റിൻ റിബൺ ആയതുകൊണ്ട് പുറകിലേക്ക് മടക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഉരുക്കി കൊടുക്കണം, കാരണം പെട്ടെന്ന് ആ റിബണിൻ്റെ ഇതിലെ അതിങ്ങനെ ഇളകി വരും, നൂല് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഒട്ടിച്ച് നിർത്തിയാൽ അവിടെ ഒന്ന് ജസ്റ്റ് ഉരുക്കി നിർത്തുക. അതിനുശേഷം നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തു. അലിഗേറ്റർ ക്ലിപ്പിൽ ഞാൻ ഒരു ഫെൽറ്റ് ഷീറ്റ് ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തു. തിരിച്ച് നമ്മുടെ ഹെയർ ബോയിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചാലും മതി, എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം അതിലേക്ക് പേസ്റ്റ് ചെയ്യുക. നിങ്ങൾ പറയും 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, 5 മിനിറ്റ് വേണ്ട, നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് 5 മിനിറ്റൊക്കെ ആവശ്യം. ശരിക്കും പറഞ്ഞാൽ 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും, വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.